നമസ്കാരം. ഓം കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. ഇപ്പോൾ ഖരനും 14 രാക്ഷസന്മാരും ശ്രീരാമനോട് യുദ്ധം ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. ഖരൻ ശ്രീരാമ ലക്ഷ്മണന്മാരെയും സീതയെയും കൊന്നുകളയുമെന്ന് വീമ്പിളക്കുന്നു. അപ്പോൾ ശ്രീരാമൻ തൻ്റെ സ്വർണപ്രഭങ്ങളായ ശരങ്ങൾ കൊണ്ട് ആ 14 രാക്ഷസന്മാരെയും കൊന്ന് വീഴ്ത്തുന്നു. അവരുടെ നെഞ്ചുകൾ പിളർന്ന് ചോര ഒലിക്കാൻ തുടങ്ങി. അത് കണ്ടിട്ട് രാക്ഷസിയായ ശൂർപ്പണഖ അന്ധാളിച്ചുപോയി. ഇത്രയും ബലവാന്മാരായ രാക്ഷസന്മാരെ രാമൻ ഒറ്റയ്ക്ക് കൊന്നു വീഴ്ത്തിയല്ലോ എന്ന് വിലപിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇവരെല്ലാവരും വധിക്കപ്പെട്ടതെന്ന് ഖരനോട് ചെന്ന് വിസ്തരിച്ച് അറിയിക്കുകയാണ് ശൂർപ്പണഖ. ഇനി അടുത്ത സർഗത്തിൽ എന്താണ് പ്രതിപാദിക്കുന്നതെന്ന് നോക്കാം. ആരണ്യകാണ്ഡം 1 സർഗഃ 21 സർഗം. ശ്ലോകം 1. സ പുനഃ പതിതാം ദൃഷ്ട്വാ ക്രോധാച്ഛൂർപ്പണഖാം പുനഃ ഉവാച വ്യക്തയാ വാച താം അനർത്ഥാം ആഗതാം താമനർത്ഥാർത്ഥമാഗതാം. സ പുനഃ പതിതാം ദൃഷ്ട്വാ ക്രോധാച്ഛൂർപ്പണഖാം പുനഃ ഉവാച വ്യക്തയാ വാച താമനർത്ഥാർത്ഥമാഗതാം. ശ്ലോകം 1 അർത്ഥം. വീണ്ടും ശൂർപ്പണഖ വന്ന് വീണ് കിടക്കുന്നത് കണ്ടിട്ട് ഖരൻ ക്രോധത്തോടെ അനർത്ഥത്തിനായി വന്നു ചേർന്ന അവളോട് ചോദിച്ചു. ശ്ലോകം 2. മയാ ത്വിദാനീം ശൂരസ്തേ രാക്ഷസാ പിശിതാശനാഃ ത്വത്പ്രിയാർത്ഥം വിനിർദിഷ്ട കിമർത്ഥം രുദ്ധ്യതേ പുനഃ. പിശിതാശനരായ, അതായത് മനുഷ്യ മാംസം തിന്നുന്നവരായ ശൂര രാക്ഷസന്മാരെ ഇപ്പോൾ തന്നെ ഞാൻ നിൻ്റെ ഇഷ്ടം സാധിപ്പാനായി പറഞ്ഞയച്ചല്ലോ. എന്തിനാണ് വീണ്ടും മുറവിളി കൂട്ടുന്നത്? ശ്ലോകം 3. ഭക്താച്ഛൈവ അനുരക്താച്ഛ ഹിതാച്ഛ മമ നിത്യശഃ ഹന്യമാനാന ഹന്യന്തേ നന്ന കുര്യുർവചോ മമ. എൻ്റെ ഇഷ്ടത്തിന് നിൽക്കുന്നവരും എന്നോട് ഭക്തിയും സ്നേഹവുമുള്ളവരും കൊല്ലുന്നവരും കൊല്ലപ്പെടാത്തവരും ആയ അവർ എൻ്റെ ആജ്ഞ അനുസരിക്കാതെ വരില്ല. ശ്ലോകം 4. കിമേതാച്ഛോതുമിച്ഛാമി കാരണം യത്കൃതേ പുനഃ ഹാ നാഥേതി വിനിർദന്തി സർവപച്ചേഷ്ടസേക്ഷിതൗ. പിന്നെ എന്താണ് ഹാ നാഥ എന്ന് അലറി വിളിച്ചുകൊണ്ട് പാമ്പിനെ പോലെ നിലത്ത് കിടന്നുരുളുന്നത്? അത് എന്താണ് കാര്യമെന്നെനിക്ക് കേൾക്കണം. ശ്ലോകം 5. അനാഥവത് വിലപസി കിം നു നാഥേ മയി സ്ഥിതേ ഉത്തിഷ്ഠോത്തിഷ്ഠമാമൈവം വൈക്ലഭ്യം ത്യജ്യതാമിതി. നാഥനായി ഞാനുള്ളപ്പോൾ അനാഥയെപ്പോലെ വിലപിക്കുന്നതെന്ത്? എഴുന്നേൽക്കൂ, വൈക്ലഭ്യം കളയൂ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. 5 ശ്ലോകങ്ങളാണ് 21 സർഗത്തിലെ പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.